മഹാത്മാഗാന്ധി ഒരു വ്യക്തിയല്ല, ഒരു പാഠപുസ്തകമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയായിരുന്നു ആഞ്ചലോ മാത്യൂസിന്റെ ബാപ്പുജി പ്രസംഗം. കണ്ണൂർ കുന്നോത്ത് സെന്റ് ജോസഫ് UP സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ആഞ്ചലോ. നമസ്കാരം. ഇന്ന് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി. സത്യത്തിനും നീതിക്കും വേണ്ടി പോരാടി സ്വജീവൻ പോലും രാജ്യത്തിനു വേണ്ടി സമർപ്പിച്ച ധീര യോദ്ധാവിന്റെ ജന്മദിനം. മഹാത്മാഗാന്ധി ഒരു വ്യക്തിയല്ല, ഒരു പാഠപുസ്തകമാണ്. കരംചന്ദ് ഗാന്ധിയുടെയും പുത്ലിബായിയുടെയും മകനായി ജനിച്ചു. സത്യത്തിൽ അടിയുറച്ച വ്യക്തി. അഹിംസയിലൂടെ അദ്ദേഹം എല്ലാ ഇന്ത്യക്കാരെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നപ്പോഴാണ് സ്വാതന്ത്ര്യം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടത്. എല്ലാ മതങ്ങളെയും അദ്ദേഹം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തിരുന്നു. സഹനമായിരുന്നു അദ്ദേഹത്തിന്റെ സമരം. 1948 ജനുവരി 30 ഡൽഹിയിലെ ബിർള മന്ദിരത്തിൽ ഒരു പ്രാർത്ഥനാ യോഗത്തിൽ പങ്കെടുക്കവേ നാഥുറാം ഗോഡ്സെയുടെ വെടിയേറ്റാണ് അദ്ദേഹം മരണമടഞ്ഞത്. അധികാരങ്ങളെ മോഹിക്കാത്ത, മനുഷ്യനെ സ്നേഹിച്ച നമ്മുടെ രാഷ്ട്രപിതാവിനെ, നമ്മുടെ ബാപ്പുജിയെ നമുക്ക് മാതൃകയാക്കാം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഗാന്ധിജിയുടെ തത്വങ്ങളെക്കുറിച്ചാണ് നീതിക സംസാരിക്കുന്നത്. മലപ്പുറം കുണ്ടായിത്തോട് സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് നീതിക. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ജന്മദിനമാണ് ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയായി ആചരിക്കുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ വഴികാട്ടിയായിരുന്നു ഗാന്ധിജി. അഹിംസയിലും സത്യത്തിലും അടിയുറച്ച് ലളിതമായ ജീവിതമാണ് അദ്ദേഹം നയിച്ചിരുന്നത്. സത്യാഗ്രഹമായിരുന്നു അദ്ദേഹത്തിന്റെ ശക്തമായ ആയുധം. ആദ്യം പ്രവർത്തിക്കുക, പിന്നീട് പറയുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ തത്വം. ഗാന്ധി ജയന്തി അഹിംസാ ദിനമായി ലോകം മുഴുവൻ ആചരിക്കുന്നു. എല്ലാവരെയും സ്നേഹിക്കാനും എപ്പോഴും സത്യസന്ധനായിരിക്കാനും നമ്മെ പഠിപ്പിച്ച ഗാന്ധിജിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ എന്റെ പ്രണാമം. ഗാന്ധിജിയുടെ മഹത്വങ്ങളെക്കുറിച്ച് വാചാലയാവുകയാണ് ദേവപ്രിയ. സെന്റ് ജോൺസ് LP സ്കൂളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ദേവപ്രിയ. ഞാൻ ദേവപ്രിയ, സെന്റ് ജോൺസ് LP സ്കൂൾ 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മഹാത്മാഗാന്ധി നമ്മുടെ രാഷ്ട്രപിതാവാണ്. 1869 ഒക്ടോബർ 2 പോർബന്തറിലെ ഒരു വൈശ്യ കുടുംബത്തിൽ ജനിച്ചു. കസ്തൂർബായെ വിവാഹം ചെയ്തു. 1893 ദക്ഷിണാഫ്രിക്കയിലെത്തി. അവിടുത്തെ ഇന്ത്യക്കാരുടെ പൗരാവകാശത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിന് നേതൃത്വം നൽകി. 1894 നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ് രൂപീകരിച്ചു. 1901 ഇന്ത്യയിൽ തിരിച്ചെത്തി. സത്യാഗ്രഹ പ്രസ്ഥാനം ആരംഭിച്ചു. അക്രമരാഹിത്യത്തിലൂടെ നാടിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഇദ്ദേഹം അക്ഷീണ പരിശ്രമം ചെയ്തു. പലതവണ അറസ്റ്റ് ചെയ്യപ്പെടുകയും ജയിലിൽ അടക്കപ്പെടുകയും ചെയ്തു. കാസർഗോഡ് ഉദിനൂർ AUP സെൻട്രൽ സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥി നേഹയുടെ ഒരു കുഞ്ഞു ബാപ്പുജി പ്രസംഗം കാണാം. പ്രിയപ്പെട്ടവരെ, ഗാന്ധിജി ഇങ്ങനെയാണ് ലളിതമായ വസ്ത്രധാരണത്തിലേക്ക് മാറിയതെന്ന് കൂട്ടുകാർക്കറിയാമോ? അതിന് പിന്നിൽ ഒരു കാരണമുണ്ട്. 1921 സെപ്റ്റംബർ 20 തമിഴ്നാട്ടിലെ മധുര ജില്ലയിലെ വെസ്റ്റ് മാസി തെരുവിലുള്ള ഉത്തരാന്ത്യൻ വ്യാപാരി റാംജി കല്യാൺജിയുടെ വീട്ടിലേക്കായിരുന്നു ഗാന്ധിജിയുടെ യാത്ര. തീവണ്ടി യാത്രയ്ക്ക് ഇറങ്ങുമ്പോൾ വലിയ തടപ്പ ഉൾപ്പെടെയുള്ള പൂർണ്ണ ഗുജറാത്തി വേഷത്തിലായിരുന്നു അദ്ദേഹം. യാത്രയ്ക്കിടയിൽ സഹയാത്രികളുമായി സംസാരിച്ചിരിക്കെ വിഷയം ഖാദിയെ കുറിച്ചായി. ഖാദി വില കൂടിയ വസ്ത്രമാണെന്നും അന്നങ്ങൾക്ക് അപ്രാപ്യമാണെന്നും കൂട്ടത്തിൽ ഭൂരിഭാഗം പേരും പറഞ്ഞു. അതുവരെ സ്വന്തം നിലയിൽ നിന്നും മാത്രം ചിന്തിച്ച ഗാന്ധിജിയുടെ ഉള്ളിൽ ആ അഭിപ്രായം തറച്ചു നിന്നു. റാംജി കല്യാൺജിയുടെ വീട്ടിലിരിക്കെ ഏറ്റവും മുണ്ടെടുത്തു പോകുന്ന ഒരു കർഷകനെ അദ്ദേഹം കണ്ടു. ആ കാഴ്ചയാണ് അദ്ദേഹത്തെ മാറ്റി ചിന്തിപ്പിച്ചത്. ഗാന്ധിജിയുടെ സന്ദേശങ്ങൾ ഓരോന്നും ഓർമ്മിച്ചെടുത്തായിരുന്നു ദിയയുടെ പ്രസംഗം. കൊല്ലം പത്തനാപുരം ഷാലോം മാർത്തോമ സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ദിയ സുധീഷ്. ഇന്ന് ലോകമെമ്പാടും ഗാന്ധിജിയുടെ ജന്മദിനമായി ആഘോഷിക്കുന്നു. ഇന്ത്യയുടെ രാഷ്ട്രപിതാവാണ് മഹാത്മാഗാന്ധി. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിൽ മഹാത്മാഗാന്ധി ജനിച്ചു.
സമാധാനത്തിൻ്റെയും അഹിംസയുടെയും അനുയായിയായിരുന്നു മഹാത്മാഗാന്ധി. ഗാന്ധിജിയുടെ ശ്രദ്ധബലത്താലാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം. ഇത്രയും പറഞ്ഞ് ഗാന്ധിജിയുടെ മുമ്പിൽ ശിരസ്സുകള നമിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എറണാകുളം നോർത്ത് പറവൂർ ശ്രീനാരായണ വിലാസം സംസ്കൃത HSSലെ 5ാം ക്ലാസ് വിദ്യാർത്ഥി വൈഗയുടെ ബാപ്പുജി പ്രസംഗത്തിലേക്ക്. എല്ലാവർക്കും എൻ്റെ വിനീതമായ മഹാത്മാഗാന്ധിജിയുടെ ജന്മദിനമാണ് ഗാന്ധി. ഇന്ത്യയുടെ രാഷ്ട്രപിതാവാണ് മഹാത്മാഗാന്ധി. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദർ എന്ന ഗ്രാമത്തിലാണ് മഹാത്മാഗാന്ധി ജനിച്ചത്. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ. ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുവാൻ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു ഗാന്ധിജി. 1948 ജനുവരി 30 നാഥുറാം വിനായക് ഗോഡ്സെയുടെ കൈകളാൽ അദ്ദേഹം മരണം വരിച്ചു. ഒക്ടോബർ 2 അന്താരാഷ്ട്ര അഹിംസാ ദിനമായും ആചരിക്കും. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന ഗാന്ധിജിയുടെ വാക്കുകൾ സ്മരിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വള്ളത്തോളിന്റെ എന്റെ ഗുരുനാഥൻ എന്ന കവിത കടമെടുത്തായിരുന്നു ദയാ പ്രമോദിന്റെ ബാപ്പുജി പ്രസംഗം. കാസർഗോഡ് ബാലൻതോട് 4ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ദയ. എല്ലാവർക്കും നമസ്കാരം. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് ഉറക്കെ പറഞ്ഞ മഹാനാണ് നമ്മുടെ സ്വന്തം ഗാന്ധിജി. കുട്ടികൾ സ്നേഹത്തോടെ ബാപ്പുജി എന്ന് വിളിക്കും. നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാ വ്യക്തിയാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. അദ്ദേഹത്തിന്റെ ഗുണസവിശേഷതകളെ കുറിച്ച് പറയാൻ വള്ളത്തോളിന്റെ എന്റെ ഗുരുനാഥൻ എന്ന കവിതയിലെ ആശയം കടമെടുക്കുന്നതിനേക്കാൾ മറ്റൊന്നുമില്ല. പലരിലായി കാണപ്പെടുന്ന സദ്ഗുണങ്ങൾ ആകെ തുകയാണ് മഹാത്മാഗാന്ധി. ത്യാഗത്തിന്റെ, സത്യത്തിന്റെ, ധർമ്മത്തിന്റെ, അഹിംസയുടെ, മനോധൈര്യത്തിന്റെ, ബുദ്ധിശക്തിയുടെ, ദയയുടെ, സ്ഥൈര്യത്തിന്റെ മുഖം ഒരാളിൽ കാണാമെങ്കിൽ അത് നമ്മുടെ ഗാന്ധിയുടേത് മാത്രമായിരിക്കും. ഇത്രയും മഹത്വമുള്ള ഒരു മനുഷ്യ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്ന് ഭാവിക്കാലം അവിശ്വസിച്ചേക്കാം. പാവയുടെ വിശ്വാസത്തിനും പരിശുദ്ധിക്കും വേണ്ടി അദ്ദേഹത്തിന്റെ സദ്ഗുണങ്ങളും നമുക്ക് സ്വായത്തമാക്കാൻ ശ്രമിക്കാം. നന്ദി, നമസ്കാരം. സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഗാന്ധിജി നടത്തിയ സമരങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ് ആദർവ് വർദ്ധൻ. കൊല്ലം പാരിപ്പള്ളി വിദ്യാഭവൻ സെൻട്രൽ സ്കൂളിലെ 1ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ആദർവ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനം. ആദ്യമായി എല്ലാവർക്കും എന്റെ ഗാന്ധി ജയന്തി ദിനാശംസകൾ. ഗുജറാത്തിലെ പോർബന്ദർ കരംചന്ദ് ഗാന്ധിയുടെയും പുത്ലിബായിയുടെയും മകനായി 1869 ഒക്ടോബർ 2 ഗാന്ധിജി ജനിച്ചത്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ആണ്. നാം സ്നേഹത്തോടെ ബാപ്പുജി എന്ന് വിളിക്കുന്ന അദ്ദേഹത്തിന്റെ 155ാം ജന്മദിനമാണിന്ന്. നിസ്സഹകരണ സമരത്തിലൂടെയും ഒപ്പ് സത്യാഗ്രഹത്തിലൂടെയും ക്വിറ്റ് ഇന്ത്യ സമരത്തിലൂടെയും സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് കരുത്തും ആവേശവും പകർത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. എൻ ജീവിതമായ സന്ദേശമെന്ന് ലോകത്തോട് അറിയിച്ച മഹാനാണ് അദ്ദേഹം. അദ്ദേഹം നമ്മെ വിട്ടു പോയാലും അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് മരണമില്ല. ഇതുപോലൊരു മനുഷ്യൻ ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ഭാവി തലമുറ ചിലപ്പോൾ വിശ്വസിച്ചെന്ന് വരില്ല എന്ന ഗാന്ധിയെ കുറിച്ചുള്ള ഐൻസ്റ്റീന്റെ വാക്കുകൾ ഓർത്തുകൊണ്ട് എന്റെ പ്രസംഗം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. മലപ്പുറം എടപ്പാൾ ബ്ലോസം പബ്ലിക് സ്കൂളിലെ LKG വിദ്യാർത്ഥി ശിവതയുടെ ഒരു കുഞ്ഞു ബാപ്പുജി പ്രസംഗം കാണാം. നമസ്കാരം. ഹായ് കുട്ടികാരെ, ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ആണല്ലോ. നമുക്ക് എല്ലാവർക്കും ബാപ്പുജി വളരെയധികം ഇഷ്ടമാണ്. നമ്മുടെ സ്വന്തം ബാപ്പുജിയെ കുറിച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. നമ്മുടെ രാഷ്ട്രപിതാവാണ് മഹാത്മാഗാന്ധി. അദ്ദേഹത്തിന്റെ ശരിയായ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ്. അദ്ദേഹം ജനിച്ചത് ഗുജറാത്തിലെ പോർബന്ദർ എന്ന സ്ഥലത്താണ്. നമ്മളെപ്പോലുള്ള കൊച്ചു കുട്ടികളെ അദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടമാണ്. അതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തിന് ബാപ്പുജി എന്ന് വിളിക്കുന്നത്. അദ്ദേഹം സത്യസന്ധനും നീതിമാനുമായിരുന്നു. ഈ ലോകത്തിന് മുഴുവൻ തേക്കാൻ അദ്ദേഹം നമ്മെ പഠിപ്പിച്ചു. കൊല്ലം പുനലൂർ GLP സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥി ജിയോന ജോണിന്റെ ബാപ്പുജി വാക്കുകളിലേക്ക്. ബഹുമാനപ്പെട്ട ഗുരുജനങ്ങളെ, പ്രിയ കൂട്ടുകാരെ, നിങ്ങൾക്ക്
സ്നേഹവന്ദനം. വിദേശാധിപത്യത്തിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിച്ചവരിൽ ആദ്യം നമ്മുടെ മനസ്സിൽ ഓടിയെത്തുക ആരുടെ ചിത്രമാണ്? അത് മറ്റാരുടേതുമല്ല, നമ്മുടെ സ്വന്തം ബാപ്പുജിയുടേത് തന്നെയാണ്. കരംചന്ദ് ഗാന്ധിയുടെയും പുത്ലി ഭായിയുടെയും നാലാമത്തെ പുത്രനായി മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഇന്നും ഇന്ത്യക്കാരുടെ മനസ്സിൽ ജീവിച്ചിരിക്കുന്നു. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്നാണ് അദ്ദേഹം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ വഴികാട്ടിയായിരുന്നു ഗാന്ധിജി. അഹിംസയിലും സത്യത്തിലും അടിയുറച്ച ലളിതമായ ജീവിതമാണ് അദ്ദേഹം നയിച്ചിരുന്നത്. സത്യാഗ്രഹമായിരുന്നു അദ്ദേഹത്തിന്റെ ശക്തമായ ആയുധം. എല്ലാവരെയും സ്നേഹിക്കുവാനും സത്യത്തെ മുറുകെ പിടിക്കുവാനും നമ്മെ പഠിപ്പിച്ച ബാപ്പുജിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ എന്റെ പ്രണാമം. നന്ദി, നമസ്കാരം. എന്റെ ബാപ്പുജി കുഞ്ഞുങ്ങളുടെ പ്രസംഗം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കേരള വിഷൻ നവകേരള പ്ലാൻ വെറും 199 രൂപയ്ക്ക്.